ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അർജുനോട് കിരൺ പറയാണ്, അവളെ നമുക്ക് അറസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള ക്രിമിനലുകളൊന്നും വെച്ച് പുലർത്താൻ പാടില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അർജുൻ പറയാണ്, എനിക്കറിയാമെന്ന് പറയാണ്. പിന്നെ നീ എന്താ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാത്തത്? അവളെ കൊണ്ട് ഞാൻ തത്ത പറയുന്നത് പോലെ പറയിപ്പിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എവിടെ സമ്മതിക്കാത്തത്? എൻ്റെ പൂജയെ രക്ഷിക്കണം, അതാണ് ഞാൻ പറയാത്തത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ കിരൺ പറയാണ്, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, പൂജയ്ക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും നാളെ സംഭവിച്ചാലോ, പൂജയെ എന്തെങ്കിലും ചെയ്താലോ, അപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകില്ലേ? അപ്പോൾ കേസുമായി മുന്നോട്ട് പോകാതെ ഇരുന്നത് അബദ്ധമായി എന്നൊരു തോന്നൽ വരില്ലേ എന്ന് പറഞ്ഞ ഉടനെ അർജുൻ, ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല, അതെനിക്കുറപ്പാണ്. അതെന്താ ഉറപ്പ് എന്ന് കിരൺ ചോദിക്കുമ്പോൾ പറയാണ്, അതെനിക്കുറപ്പാണ്, കാരണം അവൾക്കൊന്നും സംഭവിക്കില്ല. പിന്നെ ഇനിയുള്ള നീക്കങ്ങളൊക്കെ അത് എൻ്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളായിരിക്കും. അവളെ ഞാൻ കൊടുക്കും, അവളെ ഈ കാണുന്നതെന്നല്ല, അർജുൻ ആരാണെന്ന് അവൾ ശരിക്കും അറിയുമെന്ന് പറയുമ്പോൾ കിരൺ പറയും, നിൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ മൗനം പാലിക്കുന്നു, എനിക്കും പേടിയുണ്ട്, കാരണം അവളുടെ കളി പേടിയുള്ള കളിയാണ് എന്ന് പറയാൻ കേട്ടോ. ഇന്ന് നിൻ്റെ വീട്ടിൽ വെച്ചാണ് അവൾ ഇത്രയും വലിയ അപായപ്പെടുത്താൻ ശ്രമിച്ചത്, അത് നീ ആലോചിക്കണമെന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം പൂജ ഒന്നും മിണ്ടാതെ മൗനത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴായിരിക്കും റാണി വരുന്നത്. എന്നിട്ട് കുണ്ടകളോട് പറയണേ, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുമ്പോൾ പൂജ തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ റാണി പൂജയുടെ മുന്നിലോട്ട് വരികയാണ്. ഇതേ സമയം പൂജ നോക്കുകയാണ്. എന്താടി നീ നോക്കുന്നത്? നിൻ്റെ അച്ഛനില്ലേ നന്ദഗോപൻ, അയാളെ യാത്രയാക്കിയതാണ്, എന്നേക്കുമായി യാത്രയാക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ അത് നടന്നില്ല. ഇനി എന്തായാലും അയാളെ ഞാൻ എന്നേക്കുമായി യാത്രയാക്കും എന്ന് പറയുമ്പോൾ അച്ഛനെ എന്ന് പറയാൻ കേട്ടോ. എന്താടി നിനക്ക് നിൻ്റെ ഓർമ്മ തിരികെ വന്നോ എന്ന് റാണി പൂജയോട് ചോദിക്കുകയാണ്. അങ്ങനെ പൂജ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ പൂജയുടെ കഴുത്തിന് റാണി അങ്ങ് പിടിക്കണേ. എന്താടി നിനക്ക് നിൻ്റെ ഓർമ്മ തിരികെ വന്നോ, മര്യാദക്ക് പറയടി എന്ന് പറയുമ്പോഴും ഒന്നും മിണ്ടാതെ പൂജ മൗനം പാലിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം റാണി വീണ്ടും ചോദിക്കും, എന്താടി ഞാൻ ചോദിച്ചതിന് മറുപടി ഇല്ലേ എന്ന് പറയുമ്പോൾ റാണിയോട് പൂജ പറയും, എന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നിനക്ക് എന്ത് കാര്യമാണ് അതിലുള്ളത്, നീ തന്നെ ആലോചിച്ച് നോക്കി എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ പറയും, എടി എൻ്റെ ഭർത്താവുണ്ടല്ലോ, അയാൾക്ക് ഇപ്പോൾ ഒരു സംശയം, ടോമും ചെറിയും കളിക്കുകയാണെന്നാ അപ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയാളെല്ലാം അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാനും അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നിൻ്റെ സ്വത്തുക്കളാണ്. ആ സ്വത്തുക്കൾ ഇതാ മുദ്ര പേപ്പറിൽ കൊടുത്തിരിക്കുന്നു, നീ ഇതിലങ്ങ് ഒപ്പിട് എന്നാ എന്ന് പറഞ്ഞിട്ട് ഒരു ബെഞ്ച് നീക്കിയിട്ട് മുദ്ര പേപ്പർ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം വെച്ച് കൊടുക്കുന്നതിന് മുന്നേ തന്നെ പേനയെടുത്ത് പൂജ ആ പേപ്പറുകളിലെല്ലാം ഒപ്പിടണം കേട്ടോ. അപ്പോഴും പൂജ ഒന്നും തന്നെ മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. ഈ സമയം ഒപ്പിടുന്ന സമയത്ത് റാണി പറയുകയാണ്, ഈ ഒപ്പിന് വേണ്ടി ഞാൻ ഒരു രാത്രി ഫുള്ളായിരുന്നു പഠിച്ചിട്ട് കുറേ പാടുപെട്ടതാടി, എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഒരു വിധത്തിൽ ഒപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും എനിക്ക് ഇതുപോലെ ഒപ്പിട്ടാൽ മതി, പക്ഷേ ഞാനത് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് കരുതിയിട്ടാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴും പൂജ ഒന്നും മിണ്ടുന്നില്ല. റാണിയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ പിന്നീട് റാണി ഈ പൂജയെ ഒപ്പിട്ടതിന് ശേഷം ആ എഗ്രിമെൻറ്റ് പേപ്പർ അങ്ങ് നീക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് പൂജ പറയും, ശരി, എല്ലാ അതിബുദ്ധികൾക്കും ഉണ്ടാവും ഒരു വീഴ്ച, അതാണ് ഇപ്പം നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ല എന്ന് പൂജയോട് റാണി ചോദിച്ച ഉടനെ പറയാണ്, അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ക്രിമിനലുകൾക്കുണ്ടാവും എവിടെയെങ്കിലും ഒരു വീഴ്ച, ആ വീഴ്ചയാണ് നിനക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ റാണി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. എടി നീ ഇപ്പോൾ ചെയ്യുന്നത് അത് നിൻ്റെ കഷ്ടകാലത്തിനാണ്. അപ്പോൾ എന്താ നീ പറയുന്നത്? നീ പറഞ്ഞില്ലേ ടോമും ചെറിയാണെന്നൊക്കെ എൻ്റെ അജുവേട്ടനെ, എന്നാൽ എൻ്റെ അജുവേട്ടൻ എല്ലാത്തിനും ഒരു വഴി അവിടെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടാവും. നീ ഒപ്പിട്ട് കൊണ്ടുപോകണമൊക്കെ വെറുതെയാണ്, അതൊന്നും നിനക്ക് കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ റാണിക്ക് ഒരു ചെറിയൊരു പേടി വരികയാണ് കേട്ടോ. എന്നാൽ ഈ സമയം നിൻ്റെ അജുവേട്ടനെ കൊണ്ട് കഴിയുമെന്ന് പറയാൻ കേട്ടോ. ഉടൻ തന്നെ പൂജ പറയാണ്, നീ പറയുന്ന എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന അജുവേട്ടനില്ലേ, അയാൾ എന്തായാലും ഈ ഒരു എഗ്രിമെൻറ്റ് നീ ഒപ്പിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, അതിനുള്ള തടസ്സമുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടാവും, നീ വീഴുടി, നീ കുടുങ്ങുടി എന്ന് പറയുമ്പോൾ ആര്, നിൻ്റെ അജുവേട്ടൻ എന്നെ കൊടുക്കുന്ന, അല്ല ദൈവത്തിൻ്റെ കോടതി, ഓ അങ്ങനെയാണോ എന്നങ്ങ് റാണി അങ്ങ് ആക്കി തീർക്കണം കേട്ടോ. പക്ഷെ പൂജ അങ്ങനെ ആക്കുകയാണ്. പൂജക്ക് ഓർമ്മ കിട്ടി എന്നുള്ളത് റാണിക്ക് മുന്നിൽ അങ്ങ് കാണിക്കില്ല കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നന്ദനെയാണ്. നന്ദൻ്റെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് പുറത്തിരിക്കുന്ന അരുണിമയോടും അർജുനോടും വന്ന് പറയണം. അപ്പോൾ അരുണിമ എനിക്ക് കാണണമെന്ന് പറയണം. അങ്ങനെ അരുണിമ ഐസിയുനുള്ളിലോട്ട് കയറുമ്പോൾ നന്ദൻ കണ്ണു തുറന്ന് കിടക്കുന്നു കേട്ടോ. അങ്ങനെ അരുണിമയെ കാണുമ്പോൾ അരുണിമയെ എന്ന് പറഞ്ഞ് അങ്ങ് വിളിച്ചുടനെ അരുണിമ നന്ദനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. നന്ദേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും നന്ദേട്ട എന്നോട്
വെട്ടി തുറന്ന് പറ, ശരിക്കും നന്ദേട്ടൻ ആ ടെറസിൽ നിന്ന് വീണതാണോ അതോ നന്ദേട്ടനെ ആരെങ്കിലും വീഴ്ത്തിയതാണോ എന്ന് പറയുമ്പോൾ എത്ര എന്നെ വീഴ്ത്താൻ നോക്കിയാലും എത്ര എന്നെ കൊല്ലാൻ ശ്രമിക്കാമല്ലോ അവർക്കതിന് കഴിയില്ല എന്ന് പറയുമ്പോൾ അവരെന്ന് ഉദ്ദേശിച്ച് നന്ദേട്ടൻ ആരെയാണ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നന്ദൻ അവിടെ തപ്പിപ്പിടിച്ചും കൊണ്ട് പറയും ഞാൻ കാല് വഴുതി വീണതാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന അരുണിമയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടി. അങ്ങനെ അരുണിമ നന്ദനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ സിസ്റ്റർ പറയണേ ഒരു പേഷ്യൻറ്റിനെ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ നന്ദൻ പറയണേ എനിക്കെന്ത് ടെൻഷൻ, എനിക്കൊരു ടെൻഷനുമില്ല. കാരണം എൻ്റെ അരുണിമയ്ക്ക് അങ്ങനെ കരയാനും ചിരിക്കാനും ഒന്നും അധികം നാളുകൾ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവൾ കരഞ്ഞോട്ടെ എന്ന് നന്ദൻ പറയണം കേട്ടോ. പിന്നീട് നന്ദൻ പെട്ടെന്ന് പറയാണ് അരുണിമയെ പുറത്ത് ആരാണുള്ളത്, ഉടൻ തന്നെ അർജുനുണ്ട് എന്ന് അവനോട് ഇങ്ങ് വരാൻ പറ എന്ന് പറയാം കേട്ടോ. അങ്ങനെ അർജുനെ പുറത്ത് ചെന്നിട്ട് ഇങ്ങനെ അരുണിമ ചെന്നിട്ട് പറയാം മോനെ നിന്നോട് നന്ദേട്ടൻ എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കറിയാം നന്ദേട്ടൻ ടെറസിൽ നിന്ന് മനഃപൂർവ്വം വീണതല്ല, ആരോ വീഴ്ത്തിയതാണെന്നും എനിക്കറിയാം. പക്ഷേ അത് ആ ഹേമചന്ദ്രനാണോ എന്നാണ് എൻ്റെ സംശയം. എന്തായാലും നിന്നോട് അത് പറയാനാണ് ഇനി എന്നെ വിളിക്കുന്നത്, നീ ചെല്ലുകയെന്ന് പറഞ്ഞ് അർജുനെ പറഞ്ഞേക്കണം കേട്ടോ. അങ്ങനെ അർജുൻ നന്ദൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. നന്ദനോട് ചോദിക്കുകയാണ് എങ്ങനെ അങ്കിൾ വീണതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ, എൻ്റേതായ ഒരു വിത്ത് തന്നെ എന്നെ വീഴ്ത്തിയെന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ അർജുൻ പറയണേ അവളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ തന്നെ എന്ന് പറയട്ടോ. അപ്പോൾ ഉടൻ തന്നെ അർജുൻ പറയും പൂജയുടെ വേഷത്തിൽ അവൾ അവിടെ വന്നിരിക്കുന്ന ആരും അറിയില്ല എന്ന് അവളുടെ വിചാരം. അപ്പോൾ ഉടൻ തന്നെ നന്ദൻ പറയണം അവൾ തന്നെ എന്നെ വീഴ്ത്തിയത്, എന്നാൽ അവളുടെ പ്രതികാരം എന്താ, ഇത് ഹേമചന്ദ്രൻ അയച്ചതാണോ? ഹേമചന്ദ്രനല്ല, ഇത്തവണ അവൾക്കാണ് എന്നോട് പ്രതികാരം. അപ്പോൾ ഉടൻ തന്നെ അർജുൻ ഇങ്ങനെ ഞെട്ടാണ്. അപ്പോൾ നന്ദൻ പറയണേ എൻ്റെ വിത്തല്ലേ, എന്നോടുള്ള പ്രതികാരമാണ് അവൾക്ക്. ഞാൻ പണ്ടെങ്കിലും ചെയ്തൊരു പാപം, അതിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അതിലെനിക്ക് ദുഃഖമില്ല എന്ന് പറയുമ്പോൾ അർജുൻ അവളെക്കൊണ്ട് എനിക്ക് മറുപടി പറയിക്കാൻ അറിയാഞ്ഞിട്ടല്ല, അവളെക്കൊണ്ട് എണ്ണി ഉത്തരം ഞാൻ പറയിപ്പിക്കും, പക്ഷെ ഞാൻ അതിവിടെ ചെയ്യാത്തത് എന്ന് പറയുമ്പോൾ എന്താ മോനെ അതെൻ്റെ എൻ്റെ പൂജയെ ആലോചിച്ചിട്ടാണ്. എൻ്റെ പൂജയെ കൈക്കെട്ടിക്കഴിഞ്ഞാൽ അവൾ എന്നേക്കുമായി ജയിലിലാണ്, ഇങ്ങനെയുള്ളമാരൊക്കെ ജയിലിലാണ് കിടക്കുന്നത്, എന്നാലാണ് അവർ ശരിക്കും പാഠം പഠിക്കുള്ളൂ എന്ന് പറഞ്ഞ ഉടനെ നന്ദൻ പറയണം അതൊന്നും വേണ്ട, എനിക്കെൻ്റെ പൂജയെ പോലെ തന്നെയല്ലേ റാണി, നീ ജയിലിലൊന്നും ഇടണ്ട എന്ന് പറയുമ്പോൾ അവൾ അതിന് പറ്റിയ മകളല്ല എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ നന്ദൻ പറയണേ എത്രയായാലും എൻ്റെ മകൾ തന്നെയാണ്, എവിടെയെങ്കിലും നന്നാവുകയാണെങ്കിൽ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ, അതിനെനിക്ക് പ്രശ്നമില്ല എന്ന് പറയട്ടോ. അങ്ങനെ പിന്നീട് അർജുൻ പുറത്തോട്ട് വരികയാണ്. ഇതേ സമയം നന്ദൻ പറയുന്നുണ്ട് ഇനി ആരോടും ഇക്കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് നന്ദൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അർജുൻ പുറത്ത് വന്ന ഉടനെ ആകെ ഒരുമാതിരി ഒരു കൊലത്തിൽ അങ്ങ് വരുമ്പോൾ അവിടെ അരുണിമ പറയണം മോനെ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നീ ഇങ്ങ് വാ, നന്ദേട്ടൻ നിന്നോട് ആരാണ് തള്ളി താഴെയിട്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ പറഞ്ഞു, എന്നാൽ നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്തോട്ട് അരുണിമ കൊണ്ടുപോകണം കേട്ടോ. എന്നിട്ട് അരുണിമ അർജുനോട് ചോദിക്കുകയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവളല്ലേ എൻ്റെ നന്ദേട്ടനെ തള്ളി താഴെയിട്ടത്? അപ്പോൾ അർജുൻ ഒന്നും മിണ്ടുന്നില്ല. അവളല്ലേ എൻ്റെ നന്ദേട്ടനെ തള്ളി താഴെയിട്ടത്, പൂജയുടെ വേഷത്തിൽ വന്ന ഏതോ ഒരുത്തി, അവളല്ലേ ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ അർജുൻ ആകെ ഞെട്ടാണ് കേട്ടോ. മോനെ എനിക്കറിയായിരുന്നു അവൾ പൂജയില്ലാന്ന്, എൻ്റെ പൂജയുടെ വേഷത്തിൽ അവൾ വന്നതാണ്, എൻ്റെ പൂജ കണ്ണു കാണാതെ ആ അനാഥാലയത്തിൽ കയറി വരുമ്പോൾ അവൾ എന്നെ സ്പർശിച്ചപ്പോൾ അമ്മ എന്നാണ് വിളിച്ചത്, എന്നാൽ അവൾ എന്നെ തൊട്ടപ്പോൾ ഞാൻ തിരിച്ച് അവളെ മകളെന്ന ഇതിൽ കണ്ടു, അതുകൊണ്ട് തന്നെ ഇവൾ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായില്ല, ഇവൾ വരുംതോറും എൻ്റെ മകളല്ല എന്നൊരു തോന്നലാണ് എന്നിൽ വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവളല്ലേ എൻ്റെ നന്ദേട്ടനെ ചെയ്തത്, ഇതാരുടെ കൈകളാണ്, ഹേമചന്ദ്രൻ്റെ കളികളാണോ, ഹേമചന്ദ്രനാണോ ഇവളെ വരുത്തിയതെന്ന് ചോദിക്കുമ്പോൾ അവരൊന്നല്ല, ഇത് അവളുടെ പ്രതികാരമാണ്. അതെന്താ എന്ന് ചോദിക്കുമ്പോൾ നന്ദേട്ടനോടുള്ള പ്രതികാരമാണ്, ആൻറ്റിയുടെ രക്തമല്ലെങ്കിലും ഇത് നന്ദേട്ടൻ്റെ രക്തം അവളിലുണ്ട് എന്ന് പറയുമ്പോൾ അരുണിമ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ.